അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 26ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് വാട്ട് ആർ യുക്രിയോട്ടസ്, എന്താകുന്നു യുക്രിയോട്ടസ് എന്നുള്ളതാണ് ചോദ്യം. യുക്രിയോട്ടസ് ആർ എനി സെൽ ഓർ ഓർഗാനിസം ദാറ്റ് പൊസസ് എ ക്ലിയർലി ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അതായത് യുക്രിയോട്ടസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെല്ലോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസമോ ദാറ്റ് പൊസസ് എ ക്ലിയർലി ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അതിനെന്താണ്, ഒരു സെല്ലിലോ അല്ലെങ്കിൽ ഏതൊരു ജീവജാലത്തിൻ്റെ സെല്ലിലോ കൃത്യമായിട്ട് ഒരു ന്യൂക്ലിയസ് ആയിട്ട് ഭാഗം ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, അല്ലെങ്കിൽ ഓർഗാനിസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, യുക്രിയോട്ടസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി 27ാമത്തെ ചോദ്യമാണ്. ഡു യുക്രിയോട്ടിക് സെൽസ് ഹാസ് എ ന്യൂക്ലിയർ മെമ്പറൈൻ. അതായത് യുക്രിയോട്ടിക് സെല്ലുകൾക്ക് ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ അല്ലെങ്കിൽ ഒരു കോശത്തിന് കോശസ്ഥരമുണ്ടോ, അതിൻ്റെ അകത്ത്, കോശങ്ങളുടെ അകത്ത് സ്ഥലമുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ആവരണമുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് യുക്രിയോട്ടിക് സെല്ലുകൾക്ക് അതിന് കോശസ്ഥലത്തിന് ഒരു ആവരണം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുക്രിയോട്ടിക് സെൽസ് ഹാസ് എ ന്യൂക്ലിയർ മെമ്പറൈൻ ദാറ്റ് സറൗണ്ട് ദ ന്യൂക്ലിയസ്. അതായത് യുക്രിയോട്ടിക് സെല്ലുകൾക്ക് ഒരു ആവരണം, അവയുടെ ന്യൂക്ലിയസിന് ഒരു ആവരണമുണ്ട്. ഡു യുക്രിയോട്ടിക് സെൽ ഹാസ് എ ന്യൂക്ലിയർ മെമ്പറൈൻ. അതായത് ന്യൂക്ലിയറിന് ഒരു ആവരണമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് യുക്രിയോട്ടിക് സെൽ ഹാസ് എ ന്യൂക്ലിയർ മെമ്പറൈൻ. യുക്രിയോട്ടിക് സെല്ലിന് ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. ദാറ്റ് സറൗണ്ട് ദ ന്യൂക്ലിയസ്. അത് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്യുന്നു. ഇനി 28ാമത്തെ ചോദ്യം. വേർ ദ വെൽ ഡിഫൈൻഡ് ക്രോമോസോംസ് ആർ ലൊക്കേറ്റഡ് ഇൻ യുക്രിയോട്ടിക് സെൽ. എവിടെയാണ് വെൽ ഡിഫൈൻഡ്, അതായത് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ന്യൂക്ലിയസിൻ്റെ സ്ഥാനം എവിടെ? യുക്രിയോട്ടിക് സെല്ലിൽ. യുക്രിയോട്ടിക് സെല്ലിൽ വളരെ വ്യക്തമായിട്ടുള്ള ആ ക്രോമോസോമിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ യുക്രിയോട്ടിക് സെൽ ഹാസ് എ ന്യൂക്ലിയർ മെമ്പറൈൻ. അതായത് യുക്രിയോട്ടിക് സെല്ലിന് ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. ദാറ്റ് സറൗണ്ട്സ് ദ ന്യൂക്ലിയസ്. അത് ന്യൂക്ലിയസിനെ ചുറ്റി ആവരണം ചെയ്യപ്പെടുത്തിയിരിക്കുന്നു. ഇൻ വിച്ച് ദ വെൽ ഡിഫൈൻഡ് ക്രോമോസോം. അതിനകത്താണ് ഈ വളരെ കൃത്യമായിട്ടിരിക്കുന്ന ക്രോമോസോം. ബോഡീസ് കണ്ടെയ്നിങ് ദ ഹെറിഡിറ്ററി മെറ്റീരിയൽ. അതായത് എന്താണ് ക്രോമോസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങൾ, അതായത് പാരമ്പര്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള സ്വഭാവങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ക്രോമോസോം എന്ന് പറയുന്നത്. അവ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നോടെ പറയുകയാണ്, വെയർ ദ വെൽ ഡിഫൈൻഡ് ക്രോമോസോംസ് ആർ ലൊക്കേറ്റഡ് ഇൻ യുക്രിയോട്ടിക് സെൽ. എവിടെയാണ് വെൽ ഡിഫൈൻഡ്, വളരെ കൃത്യമായിട്ടുള്ള ക്രോമോസോമുകൾ യുക്രിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ദ യുക്രിയോട്ടിക് സെൽ ഹാസ് എ ന്യൂക്ലിയർ മെമ്പറൈൻ. യുക്രിയോട്ടിക് സെല്ലിന് ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിന് ഒരു ആവരണമുണ്ട്. ഓക്കെ, ദാറ്റ് സറൗണ്ട്സ് ദ ന്യൂക്ലിയസ്. ആ ആവരണം ന്യൂക്ലിയസിനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻ വിച്ച് ദ വെൽ ഡിഫൈൻഡ് ക്രോമോസോംസ്. അതിനകത്താണ് വളരെ വ്യക്തമായിട്ടുള്ള ക്രോമോസോംസ് ആർ ലൊക്കേറ്റഡ്. ക്രോമോസോമുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 29ാമത്തെ ചോദ്യം ആയിട്ട് തന്നെ, ക്രോമോസോംസ് ആർ ബോഡീസ് കണ്ടെയ്നിങ് ദ ഹെറിഡിറ്ററി മെറ്റീരിയൽസ്. അതായത് ഈ വാട്ട് കണ്ടെയ്ൻസ് ഇൻ ക്രോമോസോം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക, ക്രോമോസോംസിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എന്താണ്? ഹെറിഡിറ്ററി മെറ്റീരിയൽ. അതായത് പാരമ്പര്യം ഒരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലേക്ക് പാരമ്പര്യമായിട്ട് പോകേണ്ട സംഗതികൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഓക്കെ, ഇനി 30ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് ഓർഗാനിസം ഈസ് പ്രൊട്ടിസ്റ്റ. അതായത് ഏത് തരത്തിലുള്ള ഒരു ജീവജാലമാണ് പ്രൊട്ടിസ്റ്റ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പ്രൊട്ടിസ്റ്റ ഈസ് എ യുക്രിയോട്ടിക് യൂണിസെല്ലുലർ ഓർഗാനിസം. അതായത് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് ഒരു യുക്രിയോട്ടിക് ജീവിയാണ്, അതുപോലെ തന്നെ ഏകകോശ ജീവിയുമാണ്. ഓക്കെ, അതായത് പ്രൊട്ടിസ്റ്റയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയസുമുണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റ ഒരു ഏകകോശ ജീവിയുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 31. വേർ ഡസ് ഓർഗാനിസം പ്രൊട്ടിസ്റ്റ ലീവ്. എവിടെയാണ് പ്രൊട്ടിസ്റ്റ എന്ന ഓർഗാനിസം ജീവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറലി ഓർഗാനിസം പ്രൊട്ടിസ്റ്റ ഈസ് അക്വാട്ടിക് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. സാധാരണയായിട്ട് ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ജീവജാലം അക്വാട്ടിക് ആണ്, അതായത് ജലത്തിലാണ് ജീവിക്കുന്നത്. അതൊരു മൈക്രോസ്കോപ്പിക്, അതിസൂക്ഷ്മമായ ഒരു ജീവജാലവുമാണ്. അത് സൂക്ഷ്മമായിട്ട് ജലത്തിൽ ജീവിക്കുന്ന ഒരു ജീവജാലമാണ് എന്ത്? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഇനി 32ാമത്തെ ചോദ്യം. ഡു പ്രൊട്ടിസ്റ്റ ഹാവ് ന്യൂക്ലിയസ്. അതായത് പ്രൊട്ടിസ്റ്റയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊട്ടിസ്റ്റ ഹാസ് എ ന്യൂക്ലിയസ്. ഈസ് പ്രൊട്ടിസ്റ്റ ഓർഗാനിസം കൺസിഡേർഡ് എ പ്ലാന്റ് ഓർ അനിമൽ ഓർ ഫംജൈ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഓർഗാനിസം എന്തായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? ഒരു ചെടിയായിട്ടാണോ, ഒരു വൃക്ഷമായിട്ടാണോ, ഒരു ഫംഗസ് ആയിട്ടാണോ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊട്ടിസ്റ്റാസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ്
ആസ് പ്ലാന്റ് അനിമൽസ് ഓർ ഫഞ്ചൈ. അതായത് പ്രൊട്ടിസ്റ്റകളെ പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ ചെടിയായിട്ട് കണക്കാക്കിയിട്ടില്ല, അനിമൽ അല്ലെങ്കിൽ മൃഗമായിട്ട് കണക്കാക്കിയിട്ടില്ല, ഫഞ്ചൈ അല്ലെങ്കിൽ ഫംഗസ് ആയിട്ടും കണക്കാക്കിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി 34ാമത്തെ ചോദ്യം, വിച്ച് ഓർഗാനിസം ഗ്രൂപ്പ് ഫഞ്ചൈ കംസ് അണ്ടർ. ഏത് ഓർഗാനിസത്തിൻ്റെ ഗ്രൂപ്പിലാണ് ഈ ഫഞ്ചൈ എന്ന് പറയുന്ന കൂട്ടം വരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എ ഫംഗസ് കംസ് അണ്ടർ ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയാറ്റിക് ഓർഗാനിസം. അതായത് ഫംഗസ് എന്ന് പറയുന്ന ജീവജാലങ്ങൾ വരുന്നത് ഏതാണ്? യുക്രിയാറ്റിക് ഓർഗാനിസത്തിലാണ് ഫംഗസ് എന്ന ജീവജാലങ്ങൾ വരുന്നത്. ഓക്കെ, ഗീവ് എക്സാമ്പിൾ ഫോർ ഫംഗൈസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫംഗസിന് നമ്മളോട് എക്സാമ്പിൾ പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗസ് ഇൻക്ലൂഡ്സ് ഓർഗാനിസം സച്ച് ആസ് ഈസ്റ്റ്, മോൾസ് ആസ് വെൽ ആസ് എന്താണ് ദ മോർ ഫാമിലി മഷ്റൂം. ഇവയെല്ലാം എന്താണ്? അതായത് ഈസ്റ്റ് അപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ ദോശ ഉണ്ടാക്കാൻ, ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്, പുളിക്കാനായിട്ട് ഇറക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ കൂണുകൾ, ഇതെല്ലാം ഫംഗസിന് ഉദാഹരണങ്ങളാണ്. ഇനി 36ാമത്തെ ചോദ്യം, വാട്ട് ആർ പ്ലാന്റ് ഓർ പ്ലാന്റ് കിങ്ഡം. എന്താണ് ഈ പ്ലാന്റ് ഓർ പ്ലാന്റ് കിങ്ഡം എന്ന് വെച്ചാൽ? പ്ലാന്റ് ഓർ പ്ലാന്റ് കിങ്ഡം ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോർ ഓൾ പ്ലാന്റ്സ് ഓൺ എർത്ത്. അതായത് പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് വർഗീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഏതിനു വേണ്ടിയിട്ട്? ഈ പ്ലാന്റ്സ്, അതായത് ഭൂമിയിലുള്ള എല്ലാ പ്ലാന്റുകളെയും കൂടി ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഇനി 37ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ സ്പീഷീസ് ഇൻക്ലൂഡ് in the plant or plant kingdom. ഏതെല്ലാം സ്പീഷ്യസിനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം സ്പീഷ്യസിനെയാണ് ഈ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പ്ലാന്റ് ഓർ പ്ലാന്റ് കിങ്ഡം ഇൻക്ലൂഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസംസ്. അതായത് വളരെ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ ഓർഗാനിസം ജീവജാലങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രം സിംഗിൾ സെൽഡ് ആൽഗെ ടു ജെയിൻറ്റ് ട്രീസ്. അതായത് ഏകകോശ ജീവിയായ ആൽഗെ മുതൽ ജെയിൻറ്റ് ട്രീ, അതായത് ഏറ്റവും വലിയ മരങ്ങളെ വരെ ഏതാണ്? പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ സെൽസ് ഓഫ് ദ സ്പീഷീസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. എന്താണ് ഈ പ്ലാന്റ് കിങ്ഡത്തിലെ ജീവജാലങ്ങളുടെ സെല്ലുകൾക്കുള്ള പ്രത്യേകത? അതായത് പ്ലാന്റ് കിങ്ഡത്തിലെ ജീവജാലങ്ങളുടെ സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി, പ്രത്യേകത? ഓക്കെ, ദ സെൽസ് ഓഫ് ദ സ്പീഷീസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം ആർ. അതായത് പ്ലാന്റ് കിങ്ഡത്തിലെ സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ യുക്രിയോട്ടിക്. അവ യുക്രിയോട്ടിക് ആണ്. ഓട്ടോട്രോഫിക്, അവ ഓട്ടോട്രോഫിക് ആണ്. ആൻഡ് ഹാവ് എ റിജിഡ് സെൽ വാൾ. അവയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള സെൽ വാളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്പെഷ്യാലിറ്റി ഓഫ് ദ സെൽസ്. അപ്പോൾ അവയുടെ സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യുക്രിയോട്ടിക് ആണ്, ഓട്ടോട്രോഫിക്, അത് ആകാരം ഉണ്ടാക്കുന്നുണ്ട്, റിജിഡ് സെൽ വാൾ, അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. ഇനി 39ാമത്തെ ചോദ്യം, വിച്ച് പിഗ്മെന്റ് പ്ലാന്റ് ഹാസ്. ഏത് പിഗ്മെന്റ് ആണ് ഈ പ്ലാന്റുകൾക്ക് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. പ്ലാന്റ്സ് കണ്ടെയ്ൻ പിഗ്മെന്റ് ക്ലോറോഫിൽ. പ്ലാന്റുകൾ കാണുന്നത് ഏതാണ്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ഇറ്റ്സ് ഗ്രീൻ പിഗ്മെന്റ്. ക്ലോറോഫിലിന്റെ കളർ എന്താണ്? അതിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഓക്കെ, ഇനി 40ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ പിഗ്മെന്റ് ക്ലോറോഫിൽ. എന്താണ് ഗ്രീൻ പിഗ്മെന്റ് ആയിരിക്കുന്ന ക്ലോറോഫിലിന്റെ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പിഗ്മെന്റ് ക്ലോറോഫിൽ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് പിഗ്മെന്റ് ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് ഏറ്റവും എസെൻഷ്യൽ, അത്യാവശ്യമാണ്. എന്തിനാണ്? ഫോട്ടോസിന്തസിസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് എന്ത്? ഈ പറയുന്ന പിഗ്മെന്റ് ക്ലോറോഫിൽ. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു അനദർ വീഡിയോ.